സത്യം പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിയുള്ള വീക്കിൽ ഇങ്ങനൊന്ന് ആകാശം കാണുന്നത് ഈ ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വീട്ടിലോട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വന്ന പാടെ കുളിച്ച് പിന്നെ ഒന്ന് ഓഫായി കഴിഞ്ഞാൽ വീണ്ടും നേരെ ഇരുട്ടിയിട്ടാണ് എഴുന്നേക്കാറ്. ദെൻ നെക്സ്റ്റ് ഡേ ഇതേ സമയം ഒന്നൊന്ന് പുറത്ത് വരണമെങ്കിൽ ഭയങ്കരമായിട്ട് മെൻ്റലി സ്ട്രെസ്സും ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ നേഴ്സസ്മാരിൽ ഒത്തിരി കൂടുന്നത് ഈ നൈറ്റ് റൊട്ടീനിലാണ്. പെട്ടെന്ന് വിട്ട് റൊട്ടീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും. നമ്മൾ ഒരുപാടൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ. ഇതിൻ്റെയൊക്കെ കൂടെ പീരീഡ്സും കൂടി ആകുമ്പോൾ പിന്നെ തീർന്ന് പറയണ്ട, മൊത്തത്തിൽ ചളപള. അപ്പോൾ നമ്മളെ തന്നെ പല കാര്യങ്ങളിൽ എൻഗേജ് ആക്കി വെക്കുന്ന കേട്ടോ ഒരുപാട് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പേഴ്സണലി അങ്ങനെയാണ്. ഒന്നിക്ക് നടക്കാനായിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ വീട്ടുകാരെ വിളിക്കും. പിന്നെ എൻ്റെതായ ഹോബീസിന് ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യും അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് കേട്ടോ ഈ യൂട്യൂബിലെ വീഡിയോ. ഒരുപാട് സ്ട്രെസ്സിൻ്റെയും ബിസി ഷെഡ്യൂളിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ തന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട്. അത് എനിക്ക് ശരിക്കും ഒരു പ്രൗഡ് ഓഫ് ഫീലിംഗ് ആണ് കേട്ടോ. കാരണം ആർക്കും ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു അടിപൊളിയല്ലേ. പിന്നെ എനിക്ക് ആരൊക്കെയോ സംസാരിക്കാൻ വേണ്ടി എൻ്റെ കൂടെയുള്ള പോലെ തോന്നും. കാരണം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് ഒരു സൺഡേ അല്ലല്ലോ ഇവിടെ ഓഫ്. നഴ്സുമാർക്ക് പല ദിവസങ്ങളിലായിട്ടല്ലേ. അപ്പം എൻ്റെ ഫ്രണ്ട്സിന് ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അവർ ഓഫാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് നമുക്ക് സമയം കിട്ടാറ്. പിന്നെ ഫ്ലാറ്റിലാണെങ്കിലും ഒരുപാട് പേരുണ്ടെങ്കിൽ മിക്കവരും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം അവർ കിടന്നിറങ്ങും. അപ്പോൾ എൻ്റെ ഒറ്റയ്ക്കുള്ള ഓഫായിരിക്കും. അപ്പോൾ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അതുപോലെ എൻ്റെ ഓഫിൻ്റെ അന്ന് അവരുടെ ഡ്യൂട്ടി ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് സംഭവം, മനസ്സിലായില്ലേ? അപ്പം വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് എല്ലാവരും ഒരുമിച്ചൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ആ ഹോസ്പിറ്റലിൽ കാണുന്ന സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ അത് സംസാരിക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയുന്നത് കേൾക്കാനും അതുപോലെ എനിക്ക് സംസാരിക്കാനൊക്കെ. എനിവേ അതെങ്ങനെയാവട്ടെ, എനിക്കൊരു ഹാപ്പിനെസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ വന്ന് ഞാൻ വീക്കിലി 2-3 ടൈമെങ്കിലും ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യും. മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹോം റെമഡീസ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സമയപരിമിതികളൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ടും നല്ല റിസൾട്ടിങ് ആയിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇടുക, ഓയിലൊന്ന് ഡബിൾ ഹീറ്റ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക. മസാജ് ചെയ്യുമ്പോൾ ഇത്തിരി സമയം എടുത്ത് റിലാക്സ് ചെയ്ത് മസാജ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു അടിപൊളി പാമ്പറിങ് ഷവർ അങ്ങോട്ട് എടുക്കുക. അടിപൊളിയാണ് കേട്ടോ, നല്ല റീഫ്രഷിങ് ഫീലാണ്. അപ്പോൾ ഇതാ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന പല സംഭവങ്ങളും ഞാൻ വീഡിയോസായിട്ട് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും ഒക്കെ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്യണേ. അങ്ങനെ ഇതാ ഇന്നത്തെ കലാപരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 11:30 കേട്ടോ സമയം. സ്കിൻ കെയറും കുറച്ച് സമയം ഒന്ന് മുടിയിലൊക്കെ മസാജ് ചെയ്തൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിശപ്പ് ശരിക്കും തലയിൽ കയറാൻ തുടങ്ങിയത്. കാരണം മോർണിംഗിൽ വന്ന് തലയ്ക്കകത്ത് എണ്ണയിടലും കുളിയൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം അങ്ങ് വിശപ്പിനെ കുറിച്ച് അങ്ങ് ഓർത്തിട്ടില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് റീഫ്രഷ് ആയപ്പോൾ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു സൊമാറ്റോയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്താലോന്ന്. പിന്നെ അതിൻ്റെ ആ ഒരു ബില്ലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കാശുണ്ടെങ്കിൽ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള മൊത്തം സാധനം റീസ്റ്റോർ ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് വെജിറ്റബിളും അവക്കാഡോയും മക്രോണി പാസ്തയൊക്കെ തീർന്നു പോയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചൈനീസ് ഒക്കെ കഴിക്കാൻ തോന്നുമ്പം ഈ പാസ്ത അതുപോലെ പിസ്സയൊക്കെ ആട്ടോ എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം. ഈ ഡേറ്റ് ഞാൻ മിക്ക സാധനങ്ങളും വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം നമുക്കിപ്പം വർത്താണ്. ഒരു 300 റുപ്പീസിന് ഇവിടെയൊക്കെ വൈറ്റ് സോസ് പാസ്ത കൊടുക്കുന്ന ആ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ വീട്ടിലുണ്ടാക്കാം. അപ്പം ഞാൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് 3 to 5 ടൈംസ് എങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴുകി ഇപ്പോൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ഈ ഓരോ ക്യാപ്സിക്കത്തിനും ഹാഫാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്യാപ്സിക്കം വെച്ചിട്ട് ഞാനൊരു 3 ടൈപ്പ് ഓഫ് ഫുഡോ അല്ലെങ്കിൽ 3 ടൈം ഒരു ഫുഡിനെ റിപ്പീറ്റ് ചെയ്തുണ്ടാക്കും. പാസ്തയാണെങ്കിൽ 3 പ്രാവശ്യം പാസ്ത എനിക്ക് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ഉണ്ടാവും. ഇങ്ങനെ ഒരെണ്ണത്തിന് ഹാഫായിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ പിസ്സ ആണെങ്കിൽ പിസ്സ, അങ്ങനെയാണ് കേട്ടോ. ഞാൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് നല്ലൊരു ഡ്രൈ ആയ കണ്ടെയ്നറിനകത്ത് സൂക്ഷിക്കുന്നതുകൊണ്ട് അങ്ങനെ കേട് വരുത്തൊന്നുമില്ല. അങ്ങനെ 3 കളർ ക്യാപ്സിക്കത്തിനും ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതാ എല്ലാ വെജിറ്റബിളും കട്ട് ചെയ്താൽ പിന്നെ കുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ലേ. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കുക്കിങ്ങിനോട്. കാരണം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഒന്നും എടുക്കാനോ കട്ട് ചെയ്യാനോ ഓടത്തില്ല. എനിക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ക്ലീനായിട്ട് ഓരോന്നായിട്ട് പെട്ടെന്ന് എടുക്കാൻ എളുപ്പത്തിന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വീഡിയോ കണ്ടപ്പോൾ തന്നെ കുറച്ച് ഒലീവ് ഓയിലകത്ത് നമ്മൾ കട്ട് ചെയ്ത എല്ലാ വെജീസും ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് അങ്ങ് മാറ്റി വെച്ചാൽ കുറച്ച് ബട്ടറിനകത്ത് ഇച്ചിരി എണ്ണയും കൂടി വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ഒരുപാട് ബട്ടർ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും ബട്ടറും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഒഴിക്കാറ്. എന്നിട്ട് ഇതാ അത്രയും തന്നെ മൈദയും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കും. മൈദ നന്നായിട്ട് ആ ബട്ടറിനകത്തുനിന്ന് ജോയിൻ്റ് ആയിട്ട് ഇങ്ങനെ കട്ടിയായിട്ടൊരു മാവ് പോലെ ഇരിക്കും. എന്നിട്ട് പാല് പതിയെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ നല്ല അടിപൊളി സോസായിട്ട് വരും കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിനകത്ത് ഇച്ചിരി ഉപ്പും കുരുമുളകും അതുപോലെ ഓർഗാനോയും കുറച്ച് ചില്ലി ഫ്ലെക്സും ഇടണേ. ഇത് 3 മസ്റ്റാട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉപ്പും കൂടി എന്തായാലും ഇട്ട് കൊടുക്കണേ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കും തോറും തിക്നെസ് കൂടി വരും. അപ്പോൾ നമുക്ക് പാൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടമല്ലേ, പാസ്ത ഒത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണോ അതങ്ങനെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് മാത്രം ഇരുന്നാൽ മതി സോസ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ചില സമയത്ത് ഒത്തിരി ഡ്രൈ ഇഷ്ടമല്ല, കുറച്ചിങ്ങനെ സോസ് ഇരിക്കണം. അപ്പോൾ ഞാൻ പാസ്തയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ തിക്കാവുകയാണെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കാറുണ്ട്. പിന്നെ റെഡിയാക്കി വെച്ച സോസിനകത്തോട്ട് നമ്മൾ വേവിച്ച എല്ലാ വെജിറ്റബിളും അങ്ങോട്ട് ഇടുക. പിന്നെ കുക്ക് ചെയ്ത പാസ്തയും കൂടി. ഭയങ്കര എളുപ്പമാണ് കാര്യം ഉണ്ടാക്കുന്നത്. ആ വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാനുള്ള ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ ഓണാക്കി വെച്ചിട്ട് പിന്നെ ടേബിളിനകത്ത് വന്നിരുന്ന് ആരാംസെ ആയിട്ടോ കട്ട് ചെയ്യുക. എന്നെ പെട്ടെന്ന് അങ്ങ് പുഷ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് വേഗം വെജിറ്റബിൾ കട്ടിങ്ങിൽ മടുക്കും. പിന്നെ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് നീളത്തിൽ കട്ടി കുറഞ്ഞൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെജിറ്റബിൾ അങ്ങനെ മുറിക്കുകയാണെങ്കിൽ ഒരുപാട് കട്ടിയിലും തിക്കിലും അങ്ങ് മുറിക്കാതെ നൈസായിട്ട് മുറിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ചീസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് മെൽട്ടായിട്ട് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് ചൂടോടുകൂടി അങ്ങോട്ട് കഴിച്ചോ. ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് തിക്കും. കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അത് വീണ്ടും ലൂസായി വരും കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു ദിവസം തന്നെ 2-3 തവണ കഴിക്കാനും അല്ലെങ്കിൽ ഒരു 3-4 ഫ്രണ്ട്സിനെ ഒരുമിച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി എന്തായാലും ഇത്രയും പാസ്തനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റ് കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെ. അങ്ങനെ കുറച്ച് ECGയുടെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് എൻജോയ് ചെയ്ത് എൻ്റെ ഫുഡ് കഴിച്ചു. അങ്ങനെ ആസ്വദിച്ച് പാസ്ത കഴിച്ച് വന്നപ്പോഴത്തേനും സമയം ഏകദേശം 12:30 ആയിട്ടോ. ഇനി ഞാൻ കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ വൈകിട്ട് ഞാൻ എഴുന്നേൽക്കുന്നതും പാടാണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് നല്ല രസമായിരിക്കും. അതുകൊണ്ട് എന്തായാലും സമയം കളഞ്ഞത് പെട്ടെന്ന് ഞാൻ കിടന്നുറങ്ങി. വൈകിട്ട് ഒരു 6:30 ആയപ്പോൾ എഴുന്നേറ്റപ്പം എൻ്റെ പാർട്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്ന പാർട്സിലായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം തീരാറായിരുന്നു. ഞാൻ റീസെൻ്റ്ലി എല്ലാ വീഡിയോക്കകത്തും ഇപ്പോൾ ഈ റീക്വൽ ക്രീമിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം എൻ്റെ ഫേസിനകത്തുള്ള ഓൾഡ് പിമ്പിൾസ് കാരണം വരെ ഫെയ്ഡ് ചെയ്തിട്ടുള്ളൊരു ക്രീമാട്ടത്. ഞാൻ ആദ്യം വാങ്ങിച്ച് വെച്ചിട്ട് വലിയ ഹൈപ്പൊന്നും കൊടുക്കാതെ മൈൻഡ് ചെയ്യാണ്ടിട്ട സാധനമാണ് കേട്ടോ. പക്ഷേ എൻ്റെ റിയൽ ആയിട്ടുള്ള കാമിന് വന്നത് ഇപ്പോൾ പുള്ളിക്കാരനാണ്. അപ്പം ഇനി ലേറ്റ് ആക്കാതെ ഞാൻ റെഡി ആവട്ടെ, ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.